ചെയ്തോളൂ സ്ക്രീന്. ഗോപികയും അക്ഷയും ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ സ്ക്രീൻ ഒരുമിച്ച് കാണാൻ കുഴപ്പമില്ല. കാണാമോ? കാണാം. അക്ഷയും ഷെയർ ചെയ്തോളൂ കേട്ടോ. ആ അലേർട്സ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? അലേർട്സ് എവിടെ വരെ നിർത്തും നോക്കിക്കടാ. ഹാൻഡിൽ അലേർട്സ് എടുത്തേ. പ്രോംപ്റ്റ് അലേർട്ട് ട്രൈ ചെയ്തു തോന്നുന്നു. ടൈപ്പ് നമ്മള് ചെയ്തായിരുന്നോ? നമ്മൾ പ്രോംപ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇതിന് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ. ഡൗട്ട്സ് ഇല്ലല്ലോടാ? പ്രോംപ്റ്റ് അലേർട്ട് വരെ ഡൗട്ട് ഇല്ലല്ലോ? നെക്സ്റ്റ് പറയട്ടെ. ഇല്ലായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യുമ്പോഴായിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു? നമ്മൾ മാനുവലി സ്ക്രോൾ ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? സോ ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇഫ് വി വാണ്ട് നമ്മൾക്ക് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാം. അതായത് സ്ക്രോളിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലീനിയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെലീനിയത്തിന് മറ്റുള്ള ലാംഗ്വേജസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൈത്തൺ ലാംഗ്വേജിൽ നിൽക്കുവാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മറ്റ് ലാംഗ്വേജസിന്റെ സപ്പോർട്ട് എനിക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഫീച്ചർ ഉപയോഗിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള സ്ക്രോളിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആബ്സല്യൂട്ട് സ്ക്രോളിംഗ്, സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് സ്ക്രോളിംഗ്. രണ്ട് തരത്തിൽ നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ one second. ഓക്കെ. ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഫിക്സഡ് പൊസിഷനിലേക്ക് ബൈ ഇറ്റ്സെൽഫ് സ്ക്രോൾ ചെയ്യുന്നതിനെയാണ് ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ആദ്യം 0,500 കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അഗെയിൻ 500,150 എന്ന് കൊടുത്താൽ അഗെയിൻ ആ ഒരു ഓൾറെഡി 500ന്റെ അകത്ത് ഓൾറെഡി 150 കവേർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇനി ഫർദർ മൂവ് ചെയ്യത്തില്ല. ക്ലിയർ ആണോ? ഒരു വട്ടം കൂടെ പറയാം. യെസ്. സി ഞാനിപ്പോ ആബ്സല്യൂട്ട് സ്ക്രോളിങ്ങിന് യൂസ് ചെയ്യുന്നത് സ്ക്രോൾ ടു എന്ന് പറഞ്ഞ മെത്തേഡാണ്. സ്ക്രോൾ ടു എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പറയാണ് സ്ക്രോൾ ടു 0,500 എന്ന് പറഞ്ഞു. നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് പിക്സൽ വാല്യൂസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ. പിക്സൽ വാല്യൂസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് നമ്മുടെ ഗ്രാഫ് കണ്ടിട്ടില്ലേ? നമ്മുടെ ഗ്രാഫിലെ ചെറിയ ചെറിയ ലൈൻസ് ഇല്ലേ, മെയിൻലി കാണുന്ന നമ്മൾ 0,5 മാർക്ക് ചെയ്യുന്നതല്ലാതെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇല്ലേ, അതേപോലെ ആയിരിക്കും നമ്മുടെ പിക്സൽ വാല്യൂസ് ഉണ്ടായിരിക്കുക. സോ ലെറ്റ്സ് സേ ഞാൻ ഒരു 500 പിക്സൽസ് ഞാൻ മൂവ് ചെയ്യാൻ വിചാരിക്കും. 0,500 ഞാൻ ഫസ്റ്റ് മൂവ് ചെയ്തു. ഓക്കെ. ആൻഡ് അഗെയിൻ ഞാൻ പറയാണ് 0,500. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊടുക്കുകയാണ് അഗെയിൻ ഞാൻ കൊടുക്കുകയാണ് 500,150 കൊടുക്കാന്ന് വിചാരിക്കൂ. ഓൾറെഡി 150 പിക്സൽസ് മൂവ് ചെയ്ത ശേഷമാണ് 500ലേക്ക് എത്തിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് പിന്നെ മൂവ് ചെയ്യത്തില്ല, 500ൽ സ്റ്റക്ക് ആയിരിക്കും. ക്ലിയർ ആണോ? അക്ഷയ് ക്ലിയർ ആയോ? ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് പൊസിഷനിങ് എന്താ ചെയ്യാന്ന് മനസ്സിലായോ? അപ്പോ സെയിം വാല്യൂസ് ഉണ്ടെങ്കിലോ? സെയിം വാല്യൂസ് ഉണ്ടെങ്കിൽ സ്റ്റിൽ സെയിം. അതായത് 500 എബവ് ഉള്ള വാല്യൂ ഇപ്പൊ 600 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു 100 പിക്സൽസോടെ താഴേക്ക് വരും. അൺടിൽ 500 ഞാൻ എന്ത് വാല്യൂ കൊടുത്താലും ശരി മൂവ് ചെയ്യത്തില്ല. അതായത് തിരിച്ച് റിവേഴ്സ് പോവില്ല. റിവേഴ്സ് പോവില്ല. അതെ, റിവേഴ്സ് പോവില്ല. കറക്റ്റ്. സോ അത് അങ്ങനെ അതിനാണ് എന്ത് പറയാ, ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ് സ്ക്രോളിംഗ്. ഞാനിപ്പോ റിലേറ്റീവ് സ്ക്രോളിംഗിന് യൂസ് ചെയ്യുക സ്ക്രോൾ ബൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ. ആദ്യം എന്താ യൂസ് ചെയ്തിരുന്നത്? സ്ക്രോൾ ടു ഞാൻ തരാം, ചാറ്റിൽ തരാം കേട്ടോ. സ്ക്രോൾ
ആണ് ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് യൂസ് ചെയ്യുന്നത്. സ്ക്രോൾ ബൈ ആണ് റിലേറ്റീവ് സ്ക്രോളിംഗിന് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ക്രോൾ ബൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സിനാരിയോ എടുക്കാം. 0,500 നെക്സ്റ്റ് 500,150 കൊടുത്തു. റിലേറ്റീവ് സ്ക്രോളിംഗ് ആണെങ്കിൽ 500 എവിടെയാണോ 500ൽ നിന്ന് അഗെയിൻ ഒരു 150 പിക്സൽസ്, അതായത് ടോട്ടൽ ഓഫ് 650 പിക്സൽസ് മൂവ് ചെയ്യും. And ഇപ്പോൾ സ്ക്രോൾ ടു ആദ്യം 0,500 പോയി, അത് കഴിഞ്ഞിട്ട് 500,150 പോയി വിചാരിച്ചു. ടോട്ടൽ ഓഫ് 500 പിക്സൽസേ മൂവ് ചെയ്യത്തുള്ളൂ. ചാറ്റിലിടുന്നുണ്ടേ. മനസ്സിലായോ? ആബ്സല്യൂട്ട് സ്ക്രോളിംഗും റിലേറ്റീവ് സ്ക്രോളിംഗും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ ആ ഒരു പിക്സൽ വാല്യൂ ഓൾറെഡി കവേർഡ് ആണെങ്കിൽ പിന്നെ സ്ക്രോൾ ചെയ്യത്തില്ല. റിലേറ്റീവ് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ ആ ഫിക്സഡ് വാല്യൂ ഞാൻ പറയുന്ന ഒരു 150 പിക്സൽസിന് അഗെയിൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അഗെയിൻ ഫർദർ മുന്നോട്ട് പോകും. മനസ്സിലായോ? റിലേറ്റീവ് സ്ക്രോളിംഗിനും തിരിച്ച് ഇതായിട്ട് പോകും അല്ലേ? അതെ, റിലേറ്റീവ് സ്ക്രോളിംഗ് ആണെങ്കിൽ അഗെയിൻ ഒരു 150 പിക്സൽസ് വരും, അതായത് അപ്പോൾ ടോട്ടൽ ഓഫ് 650 പിക്സൽസ് വരും. ഓൾറെഡി 500 പിക്സൽസിൽ നിൽക്കുമല്ലേ, അതിന്റെ കൂടെ ഒരു 150 പിക്സൽസ് കൂടെ എങ്ങോട്ട് പോരും, താഴോട്ട് പോരും. ആബ്സല്യൂട്ട് ആണെങ്കിൽ അത് പോകത്തില്ല, 500 പിക്സൽസിൽ തന്നെ നിൽക്കും. ഇത് തന്നെ ഞാൻ 500, ഒരു 650 കൊടുത്ത് എന്ത് സംഭവിക്കും? അടുത്തൊരു 650 പിക്സൽസ് ഇങ്ങോട്ട് പോരും. 650 പിക്സൽസ് ഇല്ലെങ്കിൽ എത്രത്തോളം പിക്സൽസ് ഉണ്ടോ അത്രയും പിക്സൽസ് താഴേക്ക് പോരും. ഇത് ലാസ്റ്റ് നമ്മുടെ പേജിന്റെ ലാസ്റ്റിലേക്ക് വന്ന് നിൽക്കും. മനസ്സിലായോ? അക്ഷയ് ക്ലിയർ അല്ലേടാ? ഒരു ക്ലാസ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞിട്ട്. എക്സിക്യൂട്ടർ എക്സിക്യൂട്ടർ ആണോ? അതെ, എക്സിക്യൂട്ടർ. ബേസിക് വിളിക്കണോ? ബേസിക് വിളിച്ചോളൂ. ഞാൻ കോഡില് ഞാൻ ചാറ്റിൽ കോഡ് ഇട്ടിട്ടുണ്ട്, ഒന്ന് എടുക്കാമോടാ? എൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തോളൂ. ബേസിക് ഇമ്പോർട്ട് ചെയ്ത കോപ്പിക്ക? ഇമ്പോർട്ട് ചെയ്തു. പറഞ്ഞോളൂ അക്ഷയ്, എന്താ പറഞ്ഞേ? ഈ കോഡ് അങ്ങനെ പേസ്റ്റ് ചെയ്യാനാണോ അങ്ങോട്ട്? അങ്ങനെ പേസ്റ്റ് ചെയ്തു. ബൈ ഒന്ന് ഇമ്പോർട്ട് ചെയ്യണേ. സെൽഫ് ഡ്രൈവർ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് വരണം കേട്ടോ.
ആ ആ ഓക്കെ ഓക്കെ. ടാബ് അടിച്ചു, കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അലൈൻമെന്റ് മാറിപ്പോയി. അതെ അതെ. കറക്റ്റ് അല്ലേ? അല്ല, ആ താഴത്തെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണം. രണ്ട് ടാബ് സ്പേസ് അടിച്ചാൽ മതി, സ്പേസ് അടിക്കണമെന്നില്ല. ടൈം ഇമ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം നമ്മളുടെ സിമ്പിൾ ഫോം ഡെമോ ഡോട്ട് PHP ജസ്റ്റ് നമ്മുടെ ഒരു പേജ് ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു റാൻഡം ആയിട്ടുള്ള ഒരു എലമെന്റിന് എടുത്തിട്ട് ഞാൻ അതിന്റെ ലൊക്കേറ്റർ എഴുതി വെച്ചിട്ടുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ എന്താ, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് എക്സിക്യൂട്ട് ഡോട്ട് സ്ക്രിപ്റ്റ്. ഈ എക്സിക്യൂട്ട് ഡോട്ട് സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ ജാവ സ്ക്രിപ്റ്റിന്റെ ഉള്ളൊരു ഫയൽ, ഒരു ജാവ സ്ക്രിപ്റ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇതാണ് ഉദ്ദേശിച്ചത്, എക്സിക്യൂട്ട് അണ്ടർസ്കോർ. അതെ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണോ? അതെ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് അണ്ടർസ്കോർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂട്ട് അണ്ടർസ്കോർ സ്ക്രിപ്റ്റ് ഓഫ് എന്താണ്? നമ്മൾ നോർമലി നമ്മൾ പൈത്തണിൽ നമ്മൾ എഴുതാറില്ലേ, എന്താണ് ഷോ മെസ്സേജ് ബട്ടൺ ഡോട്ട് ക്ലിക്ക് എന്ന് എഴുതാറില്ലേ? അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് JS സെലീനിയ ആണെങ്കിൽ, ജാവാസ്ക്രിപ്റ്റ് സെലീനിയ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്, ആർഗ്യുമെന്റ്സ് ഓഫ് 0 ഡോട്ട് ക്ലിക്ക്. അതൊരു ഡെമോ പർപ്പസിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഓക്കെ, അതെന്തിനാ നമ്മള് ഡബിൾ കോട്ട്സിൽ ഇടുന്നത്? അതെന്റെ സിന്റാക്സ് ആടാ, ജാവയുടെയോ? ജാവാസ്ക്രിപ്റ്റിൽ സിന്റാക്സ് അങ്ങനെയാണ് വരുന്നത്. ജാവാസ്ക്രിപ്റ്റ്, ജാവ അല്ല കേട്ടോ, അത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ്, ഓക്കെ ഓക്കെ. കോമ, പിന്നെന്താ കോമ, ഷോ മെസ്സേജ് ബട്ടൺ. സോ നമ്മുടെ ബട്ടൺ ക്ലിക്കിനെ സിമുലേറ്റ് ചെയ്യാനാണ് നമ്മളത് ചെയ്തത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, സെൽഫ് ഡ്രൈവർ എക്സിക്യൂട്ട് സ്ക്രിപ്റ്റ് ഓഫ് സ്ക്രോൾ ബൈ 0,200. 200 പിക്സൽസ് സ്ക്രോൾ ചെയ്യണം. 200 പിക്സൽസ് സ്ക്രോൾ ചെയ്യും. ഒരു ഡൗട്ട് നിനക്ക്, ഈ ആർഗ്യുമെന്റ്സ് 0 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഷോ മെസ്സേജ് ബട്ടൺ എനിക്കവിടെ പാസ് ആവുന്നേ. ഷോ മെസ്സേജ് ബട്ടൺ പാസ്സാക്കുന്ന ഇതാണോ, എക്സ്പാത്ത് ആണോ? ആ, ഷോ മെസ്സേജ് ബട്ടൺ പാസ് ചെയ്യുമ്പോൾ എക്സ്പാത്ത് അല്ലേ കിട്ടുന്നേ? ആ എക്സ്പാത്ത് ഡോട്ട് ലൊക്കേറ്റർ ഡോട്ട് ക്ലിക്ക്. നമ്മൾ നോർമൽ സിലിണ്ടറിൽ നമ്മൾ ഇപ്പൊ എഴുതുന്നില്ലേ, ഷോ മെസ്സേജ് ബട്ടൺ ഡോട്ട് ക്ലിക്ക് എന്ന് എഴുതുന്നില്ലേ, അതിന് പകരം JS സിലിണ്ടറിൽ ഇങ്ങനെയാണ് എഴുതുക. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രോൾ ടു അഞ്ച് സ്ക്രോൾ ബൈ ഏതായിരുന്നു, റിലേറ്റീവ് സ്ക്രോളിംഗ് ആയിരുന്നു അല്ലേ? ഇനി ആബ്സല്യൂട്ട് സ്ക്രോളിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് ബോഡി ഡോട്ട് സ്ക്രോൾ ഹൈറ്റ് എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ? അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ എൻഡിലേക്ക് വരാനാണ് ഡോക്യുമെന്റ് ഡോട്ട് ബോഡി ഡോട്ട് സ്ക്രോൾ ഹൈറ്റ് കൊടുക്കുക. അതിനെ ഒടിയാൻ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് സ്ക്രോൾ ഹൈറ്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പേജിന്റെ ലാസ്റ്റിലേക്ക്. യെസ്. ഈ എക്സിക്യൂട്ടർ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാം ബൈ ഇറ്റ്സെൽഫ് ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റത്തെ ലൈനിൽ വന്ന് നിൽക്കുന്നത് കാണാം. പ്രോസസ് ഫിനിഷ്ഡ്. ടൈം ഡോട്ട് സ്ലീപ്പ് മുകളിൽ ഒന്ന് കൊടുത്തിടാം. എവിടെ? നമ്മുടെ ഇതിന്റെ തുടക്കത്തില് ലൈൻ നമ്പർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കൊടുത്ത്, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞിട്ട്. എന്റെ ഒന്നും ആയില്ല. അല്ല, അതാ പറഞ്ഞ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലും ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്ത് എന്താ ലോഡ് ആവാത്തേ? അല്ല, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോറി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കാം, വെരിഫൈ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ടറിനെ വിളിക്കാം.
ഏറ്റവും ലോവർ മോസ്റ്റിലേക്ക് വന്ന് നിന്നില്ലേ ബൈ ഇറ്റ്സെൽഫ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ സ്ക്രോളിംഗ് ചെയ്യുക. ഓട്ടോ സ്ക്രോളിംഗ് നമ്മൾ നോർമലി ഇപ്പൊ ചെയ്യാറില്ല. എല്ലാ ആപ്ലിക്കേഷൻസിലും എങ്ങനെയാ വെച്ചാൽ ഡ്രൈവറിന് എൻറ്റയർ ആയിട്ട് ആക്സസ് ഉണ്ടാവും. ചില ലെഗസി ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മളിപ്പോ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ ലൈൻ 18 ഉം. ഇവിടെ പറയൂ. ഞാൻ സ്ക്രോൾ ടു എന്ന് പറഞ്ഞിട്ട് 0 to 100 കൊടുത്താ ഉം. എന്താ സംഭവിക്കുക? സീറോ എന്ന് വെച്ചാൽ നമ്മളുടെ ബിഗിനിങ് വാല്യൂ, സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ബിഗിനിങ് സീറോ വാല്യൂ. വെച്ചാൽ ബിഗിനിങ്. ബിഗിനിങ് ടിൽ എൻഡ് എനിക്ക് ഇനി എത്ര വരാനുണ്ട് അത് മൊത്തത്തിൽ എങ്ങ് പോരും. സ്ക്രോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷന്റെ എൻഡ് പിക്സൽ, അതായത് ലാസ്റ്റത്തെ പോർഷൻ എൻഡിലേക്ക് വരുമ്പോഴാണ് ഡോക്യുമെന്റ് ഡോട്ട് ബോഡി ഡോട്ട് സ്ക്രോൾ ഹൈറ്റ് റിട്ടേൺ ചെയ്യുന്നത്. അതെ. അല്ല ഇവിടെ ഇപ്പൊ ഞാൻ ബൈ സ്ക്രോൾ ടു 0 ഈ ലൈൻ നമ്പർ 21 ഒന്ന് കമന്റ് ചെയ്തേ. അക്ഷയ് ഒന്ന് കമന്റ് ചെയ്ത സ്ക്രോൾ 2 ഒന്ന് കമന്റ് ചെയ്തേ. ഇതല്ലേ സ്ക്രോൾ 2. യെസ്. ആ സോ നമ്മളോട് എക്സിക്യൂട്ട് ചെയ്യൂ ഇപ്പോ. എന്താ സംഭവിച്ചത്? ലോഡ് ആവട്ടെ. അപ്പൊ നമ്മൾ ടോട്ടലി നീങ്ങിയിട്ടില്ലേ ബാർ അല്ലേ? ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾക്കിപ്പോ എന്റെ റെഡിലേക്ക് വന്നോ? ആക്ച്വലി വന്നില്ല. പകരം ഒരു 200 പിക്സൽസ് അതിന്റെ കാൽക്കുലേഷൻസ് എവിടെ 200 പിക്സൽസ് വന്നു അവിടെ വെച്ച് എൻഡിലേക്ക് വന്നില്ലേ? ആ പേജ് എത്രയില്ലേ? ആ കേഴ്സർ ഒന്ന് ശ്രദ്ധിച്ചേടാ. അവിടെ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്തേ. കഴ്സർ ഫുൾ താഴേക്ക് എത്തിയിരുന്നില്ല അല്ലേ? ഇല്ല. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യേ അക്ഷയ്. കാണുമ്പോ UI നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. പക്ഷെ സൈഡിലെ കേഴ്സർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അന്നേരം. എന്നാ പിന്നെ എനിക്കറിയില്ല ഇത് കറക്റ്റ്. ഈ ലൈൻ 18 വേണ്ടല്ലോ, നമുക്ക് ലൈൻ 21 മാത്രം പോരെ? ഇതിപ്പോ നമ്മളുടെ ഈ സിനാരിയോയില് ഇവിടെ കണ്ട അക്ഷയെ ഇവിടെ എൻറ്റയർ ആയിട്ട് സ്ക്രോൾ ആയിട്ടില്ല. ആക്ച്വലി ഇവിടെ താഴേക്ക് കുറച്ചുകൂടെ പിക്സൽസ് പോരാനില്ലേ ആക്ച്വലി? ഇതിപ്പോ ഈ ആപ്ലിക്കേഷൻ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. ലെറ്റ്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കൂ. ഈ പിക്സൽ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോ ഓപ്പൺ ചെയ്തത്. ഈ വെബ് ആപ്ലിക്കേഷൻ 200 ഇത് മാക്സിമം ബൈ ടോട്ടൽ ഓഫ് 500 പിക്സൽസ് ഉണ്ടാവുള്ളൂ. ഒരു 200 പിക്സൽസ് പോയതിന്റെ ശേഷം പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ട്. അതിനു വേണ്ടി ബോഡി സ്ക്രോൾ ഹൈറ്റ് ഇതിപ്പോ ഡെമോ പർപ്പസിന് വേണ്ടി നമ്മൾ രണ്ടും വെക്കുന്നു എന്ന് മാത്രം. ഇതിപ്പോ നമ്മളൊരു കുറച്ച് വലിയൊരു ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ, കുറച്ചുകൂടെ വലിയൊരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ജോബ് ഹണ്ടിങ് ഗ്രൂപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കും, വെബ് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ ലെറ്റ്സ് സേ നോക്രിയുടെ സൈറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. നോക്രിയുടെ സൈറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു പേജ് അല്ലേ അത്? കുറച്ച് നമ്മുടെ നോർമലി കാണുന്ന ആപ്ലിക്കേഷന്റെ പേജിന് കുറച്ചുകൂടെ ലോങ് ആണ് അല്ലേ? അവിടെ പോയിട്ട് നിങ്ങൾ ചിലപ്പോൾ 0,200 കൊടുത്താൽ ചിലപ്പോൾ പകുതി പോലും എത്തിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ഇത് തന്നെ ഇത് കുഞ്ഞൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എൻഡിലേക്ക് തന്നെ എത്തിയതായിട്ട് കാണുന്നത്. അല്ല ഞാൻ പറയുന്ന ലൈൻ 21 മാത്രം പോരാ എന്നാ? ഈ സിനാരിയോയിൽ അത് മതി. ഇപ്പോ ലൈൻ 18 വേണമെന്നില്ലല്ലോ. അത് ഏത് കേസിലും ലൈൻ 21 കൊടുത്താ അത് താഴേക്ക് പോവുമല്ലോ? അല്ലാത്ത കേസിൽ നമുക്ക് മറ്റേ ഏതാണ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത് അതിന്റെ എക്സ്പാത്തും പിന്നെ പിക്സൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ വലിയൊരു പേജ് നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ ആണ് ചെയ്യുക. അതായത് ഒരു അത്യാവശ്യം ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനൊരു സൈസ് എങ്ങനെയായാലും ഒരു 750 പിക്സൽസ് അതിന് അടുത്ത് വരും. ഓക്കെ. സോ 750 പിക്സൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഹാഫ് വേ എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? 750 / 2 ചെയ്താൽ കിട്ടും അല്ലേ?
സോ അങ്ങനെയാണ് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര തന്നെ പ്രിസിഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മോഡേൺ അപ്ലിക്കേഷൻസിൽ ഈ ഒരു കാര്യം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് മോഡേൺ വെബ് അപ്ലിക്കേഷൻസിൽ ഒരുവിധപ്പെട്ടതിലെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ ഡ്രൈവറിന്റെ ഫോക്കസ് എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ആ രീതിയിലാണ് വെബ് അപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്യുന്നത് ഡെവലപ്പേഴ്സ്. ഇപ്പോൾ മനസ്സിലായോ? ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ രീതിക്കാണ് ഇപ്പോൾ. ഇത് തന്നെ നിങ്ങൾക്കൊരു ലെഗസി പ്രൊജക്ട് ലെഗസി വെബ് അപ്ലിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ ഇത് യൂസ് ചെയ്യണ്ടൂ. ഇപ്പൊ ഒരുപാട് യൂസിങ് അല്ല, പക്ഷെ ഇത് എന്താന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടോ ഇനി? സോ ഇനി നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ്. സോ നല്ലപോലെ ശ്രദ്ധിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കൂ. നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷന്റെ ടെസ്റ്റ് കേസ് ഒക്കെ എഴുതുകയാണ്. ടെസ്റ്റ് കേസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലോഗിന്റെ ക്രെഡൻഷ്യൽസ് കയ്യിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ലോഗിൻ സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യൂ എന്ന് നിങ്ങളോട് പറയാണ്. ഓക്കെ, ലോഗിൻ സക്സസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്രെഡൻഷ്യൽസ് തന്നു. നിങ്ങൾ ഡയറക്ട്ലി ഡബിൾ കോട്ട്സിൽ അത് കൊടുത്തു. അതായത് ലെറ്റ്സ് സേ യൂസർ നെയിമിന്റെ ഫീൽഡ് ഉണ്ട്, യൂസർ നെയിം ഫീൽഡ് ഡോട്ട് സെൻഡ് കീസ് ഓഫ്, എന്നിട്ട് ഡബിൾ കോട്ട്സിൽ നിങ്ങൾ ആ വാല്യൂ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന ടേം ആണ് ഹാർഡ് കോഡിങ്. ഓക്കെ, സോ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ബൈ പ്രാക്ടീസ് ഹാർഡ് കോഡിങ് അലൗഡ് അല്ല, എസ്പെഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മളുടെ ഈ കോഡ് നമ്മൾ ഇനി ഒരു പബ്ലിക് ആയിട്ടുള്ള റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള കോഡ് ആയിരിക്കും എൻ്റെ ഈ ടെസ്റ്റിംഗ് കോഡ്. സോ എൻ്റെ ഈ ടെസ്റ്റിംഗ് കോഡ് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷനെ ഡയറക്ട്ലി കോഡ് നോക്കിയാൽ തന്നെ കിട്ടും. അപ്പൊ അതൊരു ഡാറ്റ സെക്യൂരിറ്റി കൺസേൺ ആയിട്ട് വരും. മനസ്സിലായോ? ഇതൊരു ഡാറ്റ സെക്യൂരിറ്റി കൺസേൺ ആയിട്ട് വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഡാറ്റ സെക്യൂരിറ്റി കൺസേൺ ഒഴിവാക്കാനായിട്ട് ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിംവർക്ക് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്കിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആണോ? നമ്മുടെ ഈ കോഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണോ പറയുന്നത്? അതെ, ഈ കോഡ് നമുക്ക് നമ്മളിപ്പോ ചെയ്യാൻ നോക്കണ്ട. ഇത് കഴിഞ്ഞ നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഗിറ്റ് റെപ്പോസിറ്ററി പറഞ്ഞുതരും. ഓക്കെ, സോ ഈ ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ആയിട്ടുള്ള റെപ്പോസിറ്ററി ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ലീഡ്സിനോ ആർക്ക് വേണമെങ്കിൽ ഈ കോഡ് കാണാം എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, സോ നിങ്ങളുടെ കോഡ് ആക്ച്വലി പബ്ലിക്ലി എക്സ്പോസ്ഡ് ആവല്ലേ ചെയ്യുന്നേ? റെപ്പോസിറ്ററിക്ക് ഇട്ടാലല്ലേ? അതെ, ആ റെപ്പോസിറ്ററി ഇട്ടതിന്റെ ശേഷം നമ്മൾ പബ്ലിക്ലി ആക്സസിബിൾ ആയിട്ട് കൊടുക്കുന്ന പോലെയല്ലേ? സോ അത് ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു ഡാറ്റ സെക്യൂരിറ്റി ഇഷ്യൂ കൂടിയാണ് അല്ലേ? സോ ആ ഡാറ്റ സെക്യൂരിറ്റി ഇഷ്യൂവിനെ അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റിയുടെ കൺസേണിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഡാറ്റ ഡ്രിവൻ അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡോക്യുമെന്റ് ആയിട്ട് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക എക്സൽ ഫയൽസ് അല്ലെങ്കിൽ ജേസൺ ഫയൽസ് ആണ്. എക്സൽ ഫയൽസ് ആണ് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫയൽ, സ്റ്റോറേജ് ഫയൽ. സോ ഒരു എക്സൽ ഫയലിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്രെഡൻഷ്യൽസ് കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഫയൽ ഉണ്ടല്ലോ, ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫയലിൽ നിന്ന് വാല്യൂസ് നമ്മൾ റീഡ് ചെയ്തെടുക്കും. അപ്പൊ കുറച്ചും കൂടി ഒരു ബെറ്റർ സെക്യൂരിറ്റി അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റയ്ക്ക്? ഡയറക്ട്ലി ആക്സസിബിൾ ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല അല്ലേ? അതല്ല, ഈ കോഡ് നല്ലോണം അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ എടുക്കാൻ പറ്റും, അത് ശരിയാണ്. പക്ഷെ ഡയറക്ട്ലി ഞാൻ എക്സ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ക്ലയന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ദിസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ അല്ലേ? സോ അതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലെ ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
ക്ലിയർ ആണോ? Yeah. ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ആദ്യം ഞാൻ ഒരു എക്സൽ ഫയൽ അയച്ചു തരാം കേട്ടോ. അക്ഷയന്റെ മെയിൽ ഐ ഡി ഒന്ന് ചാറ്റിൽ ഇടുവോ? ഗോപികയുടെ ആ ഹലോ, ഐശ്വര്യ ട്രെല്ലോയിൽ ഏതിന്റെയാ? ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോ? സെഷനിലാണ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു നോക്കിയാൽ മതിയോ? ഓക്കെ, 1 സെക്കൻഡ് ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യോടാ. അത് ഡൗൺലോഡ് ചെയ്യൂ കേട്ടോ. ഗോപിക ഡൗൺലോഡ് ചെയ്തിട്ടെ അത് നിങ്ങൾക്ക് കുറച്ച് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്തിൽ ഒന്ന് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യോടാ, ഡൗൺലോഡ്സിലല്ലാതെ. ആ ഓക്കെ. ഡെസ്ക്ടോപ്പിൽ ഇട്ടാൽ മതിയോ? മതി. ഭയങ്കര slow ആണ്. ഇനി എക്സൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തടാ. ഒരാൾ ഓപ്പൺ ചെയ്തോ. സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാം അല്ലേ? സോ ലെറ്റ്സ് ഇതിലെ യൂസർ വന്നിട്ട് യൂസർ 1 ആക്കിക്കോളൂ കേട്ടോ. ലൈൻ നമ്പർ 4A, സെൽ നമ്പർ 4A യൂസർ മാറ്റി യൂസർ 1 എന്നാക്കിക്കോളൂ. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, റീഡ് ഓൺലി ആണോ? എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. റീഡ് ഓൺലി അല്ലല്ലോ. പ്രൊട്ടക്റ്റഡ് വ്യൂ എഴുതിയുണ്ട്. പ്രൊട്ടക്റ്റഡ് വ്യൂ അല്ലല്ലോ. ഒന്ന് ഒരു വട്ടം നോക്കട്ടെ. ഫയലിൽ സേവ് ആസ് കൊടുത്തേ. സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പറ്റുണ്ടോ? പ്രൊട്ടക്റ്റഡ് വ്യൂ സെറ്റിംഗ്സ് ഇത് മാറ്റാം. പ്രൊട്ടക്ട് മോഡ് ഡിസേബിൾ ചെയ്യൂ. യൂസർ 1 എന്നാക്കൂട്ടാ. എനിക്കറിയില്ല, എന്തോ ഒരു പ്രശ്നം. നോക്കട്ടെ, നോക്കാം ഒന്നുകൂടെ നോക്കട്ടെ. കുഴപ്പമില്ല. ഇപ്പൊ പ്രൊട്ടക്റ്റഡ് അല്ലല്ലോ, ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. ക്ലോസ് ഔട്ട്. യൂസർ 1 ഇല്ല, സ്റ്റക്ക്. അത് ഹാങ് ആണ്.
എനിക്കറിയില്ല എന്താന്നത് നോക്കട്ടെ. കിട്ടുന്നില്ല അല്ലേ? കുഴപ്പമില്ല, നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാം, പ്രശ്നമില്ല. ഉം. അല്ലെ ഞാൻ ചേഞ്ച് ചെയ്ത ഫയൽ സെപ്പറേറ്റ് അയച്ചു തരാം, കുഴപ്പമില്ലടാ. ഓക്കെ, സോ എനിക്ക് ഇതില് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡാറ്റ എനിക്ക് ഫെച്ച് ചെയ്യണമെന്ന് വിചാരിക്കും. നമുക്ക് ഫയൽ ഓപ്പറേഷൻസ് വഴി നമ്മൾ ഏതാ പൈത്തണിൽ പഠിച്ച ഫയൽ ഓപ്പറേഷൻസിൽ നമ്മൾ TXT ഫയൽസ് കവർ ചെയ്തിരുന്നല്ലേ? അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഇതുപോലത്തെ എക്സൽ ഫയൽസിനെ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, കുറച്ചുകൂടി അഡാപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ഒരു പ്ലഗ് ഇൻ യൂസ് ചെയ്തിട്ട്. അതായിരിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ആ പ്ലഗിന്റെ പേരാണ് ഓപ്പൺ പൈ എക്സൽ. ചാറ്റിൽ ഇട്ടുതരാം. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു. അതെ, നമ്മുടെ ഈ ഫയൽ ഓപ്പറേഷൻസിന്, എസ്പെഷ്യലി എക്സൽ ഫയൽ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓപ്പൺ പൈ എക്സൽ എന്ന് പറഞ്ഞ പ്ലഗിൻ. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, എക്സൽ ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ, ജസ്റ്റ് ഒരു ഫയൽ മാത്രം മതി കേട്ടോ. പൈത്തൺ ഫയൽ അല്ല, വെറും ഫയലോ? വെറും ഫയൽ. ഇതാണോ പൈത്തൺ ഫയൽ? നോർമൽ ഒരു പൈത്തൺ ഫയൽ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. എക്സൽ ഫയൽ ഓപ്പറേഷൻസിന് പേര് കൊടുത്തോളൂ. ഒരു കോഡ് ചാറ്റ് തരാം. ബേസിക്കിന് ഇമ്പോർട്ട് ചെയ്യണ്ടേ? ബേസിക്കിനെ വേണ്ട, നിങ്ങൾക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു. ക്ലാസ് ആവശ്യമില്ല. ഇതാ കോഡിലുണ്ട്, കോഡ് ഒന്ന് ചാറ്റിൽ നിന്ന് എടുക്കൂ. അതിൽ ഓപ്പൺ പൈ എക്സലിന്റെ അവിടെ നിന്ന് ഹോവർ ചെയ്യൂ. മോർ ആക്ഷൻസ് അതിന്റെ മേലെ ഹോവർ ചെയ്യുമ്പോൾ മോർ ആക്ഷൻസ് കാണാം. അതിൽ ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് പാക്കേജ്, അത് ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ. കുറച്ച് ടൈം എടുക്കും, അത് ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. മീൻവൈ നിങ്ങൾക്ക് ഇനി കോഡ് എന്താ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് എന്താ ഇൻസ്റ്റാൾ ആവുന്നത്? ഈ ഓപ്പൺ പൈ എക്സൽ ആണ് ഇപ്പൊ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാൾ ആയി. കൊടുത്തില്ലായിരുന്നോ? ഇൻസ്റ്റാൾ ആയി. ഇൻസ്റ്റാൾഡ് ആയി. ഓക്കെ, ഗോപിയുടെ കൂടെ ഇമ്പോർട്ട് ആയിക്കോട്ടെ എൻറ്റയർ ആയിട്ട്. സോ ഇവിടെ ഓപ്പൺ പൈ എക്സൽ എന്ന് പറയുന്നത് ഒരു പ്ലഗിൻ ആണ്. ഓക്കെ, ആ പ്ലഗിനെ യൂസ് ചെയ്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ വർക്ക് ബുക്കിനെ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ പൈ എക്സലോട്ട് ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ബുക്കിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കൊടുക്കുന്ന പാത്ത്, ഇത് എന്റെ പാത്തായിരുന്നു. ഈ പാത്ത് റിമൂവ് ചെയ്യുക, എന്നിട്ട് പകരം നിങ്ങൾ എടുക്കേണ്ടത് മറ്റേ ഫയലിന്റെ പാത്താണ്. ഡെസ്ക്ടോപ്പിൽ രണ്ടുപേരും പ്ലേസ് ചെയ്തിരിക്കുന്നേ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നമ്മളുടെ ഇതിലേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വരൂ. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യടാ, ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തേ, കോപ്പി ആസ് പാത്ത്, കോപ്പി ആസ് പാത്ത് കൊടുക്കൂ. ഇനി ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള എന്റെ പാത്ത് മാറ്റിയിട്ട് അവിടെ ഈ പാത്ത് പേസ്റ്റ് ചെയ്യൂ കേട്ടോ. ഇനി സിംഗിൾ സ്ലാഷ് ലൈൻ എല്ലാം ഡബിൾ സ്ലാഷ് ആക്കി കൊടുക്കാം.
അല്ലത് പാത്ത് കോപ്പി സിംഗിൾ ചെയ്തത് കറക്റ്റ് ആണ്. സ്ലാഷിലെടുത്ത് ഡബിൾ. ഇപ്പൊ ഒരു സ്ലാഷിലെടുത്തല്ല, ഒരു സ്ലാഷ് അഡീഷണൽ സ്ലാഷ് എടുത്ത് 2 സ്ലാഷ് ആക്കൂ. C:\/ യൂസേഴ്സ് കഴിഞ്ഞ് ഡബിൾ സ്ലാഷ് അങ്ങനെയാക്കൂ. C:\/ ഇവിടെ ഡബിൾ സ്ലാഷ് ആക്കാനാ ഇങ്ങനെ അതെ എല്ലാത്തിലും. എല്ലാറ്റിനും എവിടെയെല്ലാം സിംഗിൾ സ്ലാഷ് ഉണ്ട് അവിടെ എല്ലാം ഡബിൾ സ്ലാഷ് ആക്കാം. ഡബിൾ കോട്ട്സ് എക്സ്ട്രാ ഉണ്ടോടാ നിന്റെ അക്ഷയന്റെ? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓപ്പൺ pencil.load workbook ഓഫ്. എനിക്കൊരു എക്സൽ ഫയലിനെ ലോഡ് ചെയ്യണം. ആ ഫയലിനെ വർക്ക് ബുക്ക് ആയിട്ടാണ് ഓപ്പൺ പെൻസിൽ കൺസിഡർ ചെയ്യുക. അതിന് ലോഡ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫയലിന്റെ പാത്തിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു C500 വർക്ക് ബുക്ക് ഓപ്പൺ പെൻസിൽ യൂസ് ചെയ്യാൻ ലോഡ് ചെയ്യുവാണ് എന്ന് പറയാണ്. ക്ലിയർ ആണോ? ലോഡ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതാണ്. പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓപ്പൺ പൈ എക്സലിലെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ ആണിത്. അതിന്റെ യൂസേജ് അത് അവിടെ തന്നെ എഴുതിയിരിക്കുന്ന. ജസ്റ്റ് അതിന്റെ മേലെ ഹോവർ ചെയ്യടാ. documentation. Yeah. Open read. When using lazy load, all worksheets will be .class files. So and the returned workbook will be read only. അതായത് എനിക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ, റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. റീഡ് ചെയ്യാനല്ലേ ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓക്കെ ലോഡ് ആയതുകൊണ്ട് ലോഡ് ചെയ്യണല്ലോ. ലോഡ് ചെയ്യുന്നേ ഉള്ളൂ, അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി റിട്ടേൺ ഡാറ്റയ്ക്ക് എന്താ പ്രശ്നം അവിടെ? അല്ല, രണ്ടുപേരുടെ റിട്ടേൺ ഡാറ്റയ്ക്ക് പ്രശ്നമുണ്ടല്ലോ. അൺറിസോൾവ്ഡ് റെഫറൻസ് ഡാറ്റ. നമ്മൾ എവിടെയും അതിനെ പറ്റി ഡാറ്റ ഡിഫൈൻ അവിടെ യൂസർ നെയിം, അവിടെ റിട്ടേൺ യൂസർ നെയിം കൊടുക്കടാ. ഡാറ്റ മറ്റേ യൂസർ നെയിം കൊടുത്ത, അല്ലെങ്കിൽ മുകളിൽ യൂസർ നെയിം ഈക്വൽസ് ഡാറ്റ എന്നാക്കിക്കേ. തൊട്ട് മുകളിലെ ലൈനിൽ ഡാറ്റ എന്നാക്കിക്കോളൂ. ഗ്ലോബൽ സ്റ്റേറ്റ്മെന്റ് ഇത് കുഴപ്പമില്ലല്ലോ. ഇല്ല, അത് പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? book.active. കണ്ടോ? അതായത് ഇതില് ആക്റ്റീവ് ആയിട്ടുള്ള എത്ര ഷീറ്റ്സ് ഉണ്ട്? എക്സൽ ഫയലിൽ നമുക്ക് എത്ര ഷീറ്റ്സ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തൂടെ? ഒരു ഫയലിന് എത്ര ഷീറ്റ്സ് വേണമെങ്കിലും എനിക്ക് വരാം. സോ എന്റെ ഈ വർക്ക് ബുക്കിൽ അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ എത്ര നമ്പർ ഓഫ് ഷീറ്റ്സ് ഓപ്പൺ ആണോ, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് വർക്ക് ഷീറ്റ്സ് ഓപ്പൺ ആണോ, എല്ലാത്തിനെയും ആക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരൂ. സോ ദാറ്റ് എനിക്ക് ഇതിനെ റീഡ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? And the next step is if login page in .sheet name. അല്ലേ? ഈ ലോഗിൻ പേജ് എന്നുള്ള എവിടെ നിന്നായിരിക്കും വരുന്നത്? എക്സൽ ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇവിടെ ലോഗിൻ പേജ് ഷീറ്റിന്റെ പേര് കണ്ടോ? ഡിഫോൾട്ട് അത് ബുക്ക് 1 എന്നായിരിക്കും. നമ്മൾ മാറ്റി ലോഗിൻ പേജിന് എഴുതിയിട്ടുണ്ട് അവിടെ, അല്ലേ? സോ ഇഫ് ലോഗിൻ പേജ് എന്ന് പറഞ്ഞ ഒരു വാല്യൂവിനെ എനിക്ക് ഷീറ്റ്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഷീറ്റ് നെയിംസ് നമ്മൾ എവിടെയാ വിളിച്ച് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഷീറ്റ് നെയിംസും ഈ പറഞ്ഞതുപോലെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളിപ്പോ ഇത് ഓർത്ത് വെക്കണം അല്ലേ കുറെ കാര്യങ്ങൾ. ഇത് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഈ കോഡ് മൾട്ടിപ്പിൾ ടൈംസ് റീയൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ലോഗിൻ പേജിനുള്ള പേര് മാത്രം മാറ്റിയാൽ മതി. ലോഗിൻ പേജിനുള്ള പേരും പിന്നെ വാല്യൂ മാത്രം മാറ്റിയാൽ മതി, കോപ്പി പാത്ത് മാത്രം. സെയിം കോഡ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ വേണമെങ്കിൽ. എല്ലാ തവണ നിങ്ങൾ ഇത് എന്താ പറയാ കാണാതെ പഠിക്കാൻ നിർബന്ധമില്ല.
ചോദിച്ചാൽ അറിയണം നമുക്ക് ഓപ്പൺ പൈ എക്സലിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇന്റർവ്യൂസിലായാലും ചോദിക്കാം. ലേസി ലോഡിന് വേണ്ടി യൂസ് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാം. ഓക്കെ, ഞങ്ങൾ യൂസ് ചെയ്തത് ഓപ്പൺ പൈ എക്സൽ ആയിരുന്നു. സോ ഓപ്പൺ പൈ എക്സൽ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് യൂസ് ചെയ്തെന്ന് വെച്ചാൽ പറയാൻ പറ്റും. ഡോട്ട് ഷീറ്റ് നെയിംസ് യൂസ് ചെയ്തിരുന്നു, ഡോട്ട് ലോഡ് വർക്ക് ബുക്ക് യൂസ് ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റണം. മനസ്സിലായോ? ക്ലിയർ ആണോടാ? ഈ ഷീറ്റ് എന്താ നമ്മൾ ഓൾറെഡി ഇവിടെ വിളിക്കണ്ടല്ലോ, അപ്പം ഇത് എന്താ ബ്ലർ ആയിട്ടിരിക്കുന്നത്? ഏതാ? ഈ ലൈൻ 6 അത് നോർമലി അങ്ങനെയാണ് ചില വേരിയബിൾസിനെ കാണുക, അത് പ്രശ്നമില്ല. ബുക്ക് ഡോട്ട് വർക്ക് ഷീറ്റ്സ് ഓഫ് 0. യെസ്. സോ അതിന് ശേഷം എന്ത് ചെയ്തു? വർക്ക് ഷീറ്റ്സ് ഓഫ് 0 വാല്യൂ. ഇവിടെ നമ്മുടെ കേസിലാകെ ഒറ്റൊരെണ്ണല്ലേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഷീറ്റ് ആണ് ലോഗിൻ ഷീറ്റ്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? എന്താ ബുക്ക് ഡോട്ട് വർക്ക് ഷീറ്റ്സ് ഓഫ് 0, അതായത് ഫസ്റ്റ് കാണുന്ന ഷീറ്റിന്റെ നെയിമിനെ ഫെച്ച് ചെയ്തോളൂ എന്ന് ഞാൻ പറയുകയാണ്. ലോഗിൻ പേജ് എന്നുള്ളൊരു ഷീറ്റ് നെയിം കണ്ടുപിടിച്ചാൽ ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തോളൂ? അതിന്റെ ഷീറ്റിനെ ഫെച്ച് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ടോ എനിക്കിനി വേണ്ട അതിലെ സ്പെസിഫിക് ഒരു സെല്ലിലെ വാല്യൂ ആണ് അല്ലേ? നിങ്ങളോട് ഞാൻ മാനുവലി പറയാണ്, അതിൽ അഡ്മിൻ എന്ന് പറഞ്ഞ വാല്യൂ ഉള്ള, അതിൽ ആദ്യത്തെ അഡ്മിൻ എന്ന് പറഞ്ഞ വാല്യൂ എവിടെയാണോ വരുന്നത് അതിനെ ലൊക്കേറ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. നിങ്ങൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക? 2A എന്ന് ലൊക്കേറ്റ് ചെയ്യും, അതല്ലേ? റോ കോളം കൂടി കമ്പൈൻ ചെയ്ത് 2Aയിലാണ് കിടക്കുന്നത് എന്നോട് പറയും അല്ലേ? സോ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ പൈ എക്സലിൽ പറയാൻ വേണ്ടിയിട്ടാണ് എന്തായിരുന്നു ഷീറ്റ് ഡോട്ട് എക്സൽ ഓഫ് യൂസ് ചെയ്യുന്നത്. ഷീറ്റ് ഡോട്ട് സെൽ ഓഫ്, യെസ്, വാല്യൂ കൊടുക്കണ്ടേ? ഇവിടെയാണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുക. കറക്റ്റ്. ഒരു കാര്യം ചെയ്യൂ, അതുപോലെ എന്നിട്ട് എന്ത് പാസ് ചെയ്തു? റോ ഡാറ്റയും കോളം വാല്യൂയും പാസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഈ ഫംഗ്ഷൻ ഒന്ന് ഇൻവോക്ക് ചെയ്തേ. ഈ റീഡ് ഡാറ്റയെ. അപ്പം ക്ലാസ് ആവശ്യമില്ല, ഒബ്ജക്റ്റ് മാത്രം. അപ്പൊ എങ്ങനെയാണ് ഫംഗ്ഷനെ മാത്രമായിട്ട് എങ്ങനെ ഇൻവോക്ക് ചെയ്തത്? നമ്മള് ഒരു വേരിയബിളിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു റിട്ടേൺ ടൈപ്പ് ഉള്ള വേരിയബിൾ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്തത്? ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു അല്ലേ? അല്ല, നമുക്ക് റീഡ് ഡാറ്റ വിളിച്ചിട്ട് ഇവിടെ വാല്യൂസ് കൊടുത്താ പോരെ? വാല്യൂ കൊടുത്താൽ മതി. യെസ്, മതി, കൊടുക്കൂ. പിന്നെ പ്രിന്റ് കൊടുത്തോളൂ ഡയറക്ട്ലി. എന്നാല് പ്രിന്റ് കൊടുത്തോളൂ. പ്രിന്റ് റീഡ് ഡാറ്റ. അക്ഷയ ഇൻഡന്റേഷൻ ശ്രദ്ധിക്കുക കേട്ടോ, ഒരു ബാക്ക് സ്പേസിന്റെ കുറവുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 2,1 എന്ന് പാസ് ചെയ്തോളൂ. 2,A അല്ല, എ അല്ല, അതായത് റോയിന്റെയും കോളത്തിനും ഇൻഡെക്സ് വാല്യൂസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 0, 1, 2, 3 വാല്യൂസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എനിക്ക് യൂസർ നെയിം ആണ് വേണ്ടെങ്കിൽ 1,0 ആണ് പാസ് ചെയ്യുക. 1,1. ഓപ്പൺ പൈ എക്സലിൽ 1 ആണ് സ്റ്റാർട്ടിങ്. സോ 1,1 ആണ് പാസ് ചെയ്യുക. ഇൻഡെക്സ് ഇപ്പൊ 0 തൊട്ടാന്ന് പറഞ്ഞപ്പോ ഇൻഡെക്സ് 0 അല്ല, ഇൻഡെക്സ് 1 തൊട്ട്. അത് നോർമലി ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ പൈ എക്സലിൽ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ. 1 തൊട്ടാണ് അല്ലേ? 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ജനറലി പൈത്തണിലൊക്കെ നമ്മൾ 0 വെച്ചിട്ടില്ല ഇൻഡെക്സ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് പൊതുവെ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലേസി ലോഡിൽ അല്ലെങ്കിൽ ലേസി ലോഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ലേസി ലോഡ്. അപ്പം എനിക്ക് അഡ്മിൻ വേണമെങ്കിൽ 2,1 പാസ് ചെയ്യണം. യെസ്, കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ പാസ്വേഡ് എന്ന ഫീൽഡ് വേണ്ടിയിരുന്നെങ്കിലോ 1,2. പാസ്വേഡ് എവിടെയാടാ വരുന്നത്?
ഇത് ആ പാസ്വേഡ് അല്ല താഴെ ഒരു ഓക്കെ ഓക്കെ 1,2 കറക്റ്റ്. അതിന് 1,2. എനിക്ക് ഇനി യൂസറിനെ വേണമെങ്കിലോ 5A, എനിക്ക് 5A ഫെച്ച് ചെയ്യണം. അപ്പൊ 5,1 5,1 കറക്റ്റ്. സോ ഓക്കെ ഓക്കെ അത് 0 തൊട്ടാന്ന് വിചാരിച്ചു. ഓക്കെ അപ്പൊ 2,1 പ്രിന്റ് റീഡ് ഡാറ്റ 2,1 അതല്ലല്ലോ മതി. എക്സ്പെക്ടഡ്. ഒരു ബ്രാക്കറ്റ്സ് കുറവുണ്ട്. ഇവിടെ എന്താ എറർ വരുന്നത്? ഒരു ബ്രാക്കറ്റ് കുറവുണ്ട്. ആ എന്റെ കറക്റ്റ് ആണ്. ഇഷ്യൂസ് ഉണ്ടോ? പ്രിന്റ് റീഡ് ഡാറ്റ കറക്റ്റ് ആണ്. എക്സിക്യൂട്ട് ചെയ്യാനാ? എക്സിക്യൂട്ട് ചെയ്തോളൂ. എന്തോ ഇഷ്യൂ? റിക്വയർ പൊസിഷണൽ വാല്യൂ 2,1 സ്ക്വയർ ബ്രാക്കറ്റ്സ് അല്ലടാ. നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് പാരാമീറ്റേഴ്സിൽ വാല്യൂ മാത്രം പാസ് ചെയ്യാം. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഒന്നും വേണ്ട. സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇല്ലടാ. ആണോ? സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇല്ല കേട്ടോ. റീഡ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് പറഞ്ഞായിരുന്നു. ആണല്ലേ? പെട്ടെന്ന് അതായിട്ട് വേറെ അത് പറഞ്ഞതാടാ. 2,1 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പൊ എന്ത് വന്നു? അഡ്മിൻ വന്നു. നിങ്ങൾ 2,2 കൊടുത്തു നോക്കിക്കേ. അതിന്റെ വാല്യൂ അഡ്മിൻ ആണ്, അതുകൊണ്ട് അത് വന്നു. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ഇനി 4A ഒന്ന് ലൊക്കേറ്റ് ചെയ്തേ. 4A user 1 4,1 അല്ലേ? യെസ് 4,1. ഇപ്പൊ എന്താ യൂസർ 1 റിട്രീവ് ആയി. നിന്റെ ഗോപികൾ യൂസർ റിട്രീവ് ആയി അല്ലേ? ക്ലിയർ ആണോ അത്? ഓക്കെ. സോ നമുക്ക് ഇത്രയാണ് ബേസിക്സ് ഓഫ് സെലീനി എടുക്കാനുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളെ ഗിറ്റിലേക്ക് എങ്ങനെ കോഡ് പുഷ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഗിറ്റിലേക്ക് കോഡ് എങ്ങനെ പുഷ് ചെയ്യാനുള്ളത് നാളെ നോക്കാം. എന്നിട്ട് അതിനുശേഷം ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ സെപ്പറേറ്റ് ഒന്നുമില്ല. സോ ഗിറ്റിലേക്ക് പുഷ് ചെയ്ത ശേഷം നമ്മൾ പ്രൊജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത്രയാണ് നമുക്ക് ബേസിക്സ് എടുക്കാനുള്ളത്. നമ്മുടെ ബേസിക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? മൺഡേ ഞാൻ എന്റെ ഓഫീസ് ലാപ്പ് കൊണ്ടുവന്നാലേ എനിക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യാം. സോറി ഗോപിക, എന്തോ പറയണ്ടായിരുന്നു. ഞാൻ ഗിറ്റ് കഴിഞ്ഞാലാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ ഗിറ്റ് വേഗം കഴിയും. ആക്ച്വലി പൈത്തണിൽ വേഗം കഴിയും. ഇപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തോ? യെസ്, നമ്മൾ ഇതിന്റെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബേസിക്സ് കവർ ചെയ്തു. ഇനി നമ്മൾ ബാക്കിയുള്ളത് പഠിക്കാൻ പോകുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ്. വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് അല്ലേ? വെയിറ്റ്സ് നമ്മൾ ഇതിന്റെ ഒപ്പം കവർ ചെയ്യടാ. പ്രൊജക്ടിന്റെ ഒപ്പം കവർ ചെയ്യാം. ബിക്കോസ് പ്രൊജക്ടിന്റെ ഒപ്പം കവർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതല്ലേ? ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. വെയിറ്റ്സ് ഞാൻ നോർമലി അങ്ങനെ എടുക്കാറുള്ളൂ. നമുക്കൊരു ഇത് അയച്ചിരുന്നേ ഇവര് സ്റ്റാർട്ടിങ്ങിൽ ബ്രോഷർ അയച്ചിരുന്നു. ഞാൻ അത് വെച്ച് വെയിറ്റ്സ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ബിക്കോസ് അതാവുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈസിനെസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ പ്രോജക്റ്റ് നമ്മള് ഡെമോ പോലെ കാണിക്കണോ? എങ്ങനെയായിരിക്കും പ്രോജക്റ്റ്? നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് തന്നെ പ്രസന്റ് ചെയ്യാനാണ് പറയുക. സോ
സോ പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യണം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞു തരും. എന്നിട്ട് ആദ്യം നിങ്ങൾക്ക് ഒരു ഇന്റേണൽ ഡെമോ ഉണ്ടായിരിക്കും. ഇന്റേണൽ ഡെമോ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു എക്സ്റ്റേണൽ ഡെമോ ഉണ്ട്. വേറെ ആരെങ്കിലും വരും? നമ്മുടെ വേറെ ട്രെയിനേഴ്സ് ആണ് എടുക്കുക അത്. ഓക്കെ. അവർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ഡൗട്ട്സ് ചോദിക്കും, അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇന്റേണൽ ഡെമോ നിരഞ്ജനാണ്. അതെ, ഇന്റേണൽ ഡെമോ ഞാനായിരിക്കും എടുക്കുക. ഓക്കെ. ഓക്കെ. സോ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ. ശരി. ഓക്കെ, താങ്ക് യു.